നിലമ്പൂർ ഇലക്ഷൻ അവസാനിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൻ്റെ കണക്കുകളെല്ലാം പുറത്തുവിട്ടു. അതിനുശേഷം ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയതാണ്. ജൂൺ 4 ഞാൻ ചെയ്ത വീഡിയോയിൽ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു 75% പോളിംഗാണ് നടക്കുക. 2,32,500 വോട്ടേഴ്സിൽ 1,74,000 പേര് വോട്ട് രേഖപ്പെടുത്തുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഏതാണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കണക്ക് 1,74,000 സംതിങ് 75,000 താഴെയുള്ള വോട്ട് 75.23% പറയുകയുണ്ടായി. ആ വീഡിയോയിൽ ജൂൺ 4 വീഡിയോ ലിങ്ക് ഞാനിതിൽ ഇടുന്നുണ്ട്, നിങ്ങൾക്ക് നോക്കാം. അതിൽ 10% വരെ അൻവറും 8% വരെ BJPയും മറ്റുള്ളവരെല്ലാം കൂടെ 6%, അങ്ങനെ 24% വോട്ടുകൾ അവർ നേടുകയും LDF UDF തമ്മിൽ 76% വോട്ടിൽ രാഷ്ട്രീയ പോരാട്ടം നടക്കുകയും 40% വരെ വോട്ട് LDFും 36% വരെ UDFും നേടി 7,000 വരെ വോട്ടിന് മാർജിൻ LDF ജയിക്കുമെന്നാണ് വീഡിയോ പറഞ്ഞത്. ഇന്നലെ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പഞ്ചായത്ത് തല കണക്കുകളെല്ലാം നോക്കിയിട്ട് എൻ്റെ ഒരു വിലയിരുത്തൽ, അമരമ്പലം പഞ്ചായത്ത്, അതുപോലെ കരുളായി, അതിനുശേഷം പിന്നെ പോത്തുകല്ല്, നിലമ്പൂർ നഗരസഭ, ഈ 4ഇടത്തും LDF ലീഡ് ചെയ്യും. എന്നാൽ മുത്തേടം, വഴിക്കടവ്, ചുങ്കത്തറ, അതുപോലെ ഈ 3 പഞ്ചായത്തുകൾ, എടക്കരയും, ഈ 4 പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് ലീഡ് ചെയ്യും. അങ്ങനെ 3,000 മുതൽ 4,000 വരെ വോട്ടിന് മാർജിനിൽ M സ്വരാജ് LDF ജയിക്കും. 69,800 വോട്ട് LDFും 66,500 വോട്ട് UDFും 20,000 വരെ വോട്ട് അൻവറും നേടുകയുണ്ടാവുക.